മൈ ഡിയർ ഫ്രണ്ട്സ്. ഹലോ, ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? ഹലോ, ഹായ്. ഹലോ, നസറേട്ടാ ഹായ്. സൺമൂർ എന്തോ പേര്, നിത്യ നൈസ്. വിഷ്ണു ഹായ്. അഞ്ചി അഞ്ചി ഹായ് നൈസ്. കമൽ പി ജി മെട്ട ഹായ്. വെങ്കടേഷ് സൂപ്പർ ഡ്രസ്സ്, താങ്ക് യു. കുട്ടി കഴിച്ചു? ഞാൻ കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചു ഏട്ടാ? നാസറേട്ടാ കഴിക്കാൻ സമയമായിട്ടില്ലല്ലോ, അത് ശരിയാ. ഷൺമൂർത്തി ഷാജി. ദിനേശ് ഏട്ടാ ഹായ്. ജരൻ ഏട്ടാ ഹായ്. എന്താ ഫുഡ് കഴിച്ചു? കഴിച്ചു ഏട്ടാ. ഹായ്. കമൽ വിജയമേട്ടാ. സുരേഷ് ഏട്ടാ. വിഷ്ണു ലൈറ്റ് കുറവാണല്ലോ. ലൈറ്റ് ഇവിടെ നമ്മൾ ഒരു ട്യൂബ് ലൈറ്റ് ആണല്ലേ. മൂർത്തി ഹായ്. സൺമൂർത്തി SN മൂർത്തി, ഓക്കെ. വിക്കി സുഖമാണ്. സുഖമായിരിക്കുന്നു ജെറിനേട്ടാ. കമൽ പി ജി മേട്ട സുഖമല്ലേ? സുഖമായിരിക്കുന്നു ഏട്ടാ. ഏട്ടന് സുഖമല്ലേ? കാലൊക്കെ അങ്ങനെയുണ്ട്, വേദന ഉണ്ടോ? സുഖമായോ? ஐயோ நைஸ் பேபி விக்கி. சாப்பிட்டீங்க? நீங்க சாப்பிட்டீங்களா? என்ன பண்றீங்க? எப்படி இருக்கிறீங்க எல்லாரும்? விக்கி லவ் யூ. சரவணன் ஹாய். ഹായ്. ലവ് യു ചെല്லம். സുഖമാണ് ഏട്ടാ. കമൽ പി ജി ഏട്ടാ സുഖം സുഖം സുഖം. SK മഴയില്ല ഏട്ടാ, നല്ല വെയിലായിരുന്നു. ഓക്കെ. ഡ്രസ്സ് കുറച്ചല്ല, നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സാണ്. ഷോള് ഒരു നമ്മുടെ ടീഷർട്ടും പൊളി. പാൻറ് അല്ല ഏട്ടാ, ഇതൊരു എന്താ പറയാ, മിഡിയാണ്. പാവാട നല്ല ലൂസുള്ള പനിയാണ്. പിന്നെ ഏട്ടാ ഹായ് ഏട്ടാ. ആരും ഹായ് പറയുന്നു. ആരും അല്ല, എല്ലാവരും. വിനോദേട്ടാ ഫുഡ് കഴിച്ചു. ലാലു ഏട്ടാ ഹായ്. വിനിൽ ഏട്ടാ ഹായ്. അനിത ഗണേഷ് കുമാർ ഹായ്. കാശി ലവ് യു. രാജ്കുമാർ സൂപ്പർ, വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. അനിത വിജയ് 15 ദിവസം കൂടി റെസ്റ്റ് വേണോ? അതെ അല്ലേ? ഇനിയില്ലേ? ഇനി അപ്പൊ ഇന്നത്തെ 2 ആഴ്ച. മഴയുണ്ടോ? മഴയില്ല. മഴയുണ്ടോ ഇവിടെ? ഇല്ല ഏട്ടാ, മഴയില്ല. വിജയ് ഹായ്. വിനോദ് ഹായ്. വിനീത് കഴിച്ചു. ജോൺ ജോസഫ് എന്തിനു ഇങ്ങനെ ചിരിക്കുന്നത്? ചിരിക്കാൻ എന്താ പറയണ? ചിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു എന്താ പറയാ, എനിക്ക് അതേ ഉള്ളത്. എനിക്കിപ്പോ കിട്ടുന്ന ആ ചിരിയാണുള്ളത്. അത് ഞാൻ ചിരിക്കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ചിരിക്കും. വീഴ്ച കഴിച്ചോ? എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അതെ. നിത്യ ഹായ്. അനിത ഹായ്. മോഹനേട്ടാ ശുഭരാത്രി. സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പറിച്ചെടുക്കുന്ന തലയിൽ? അല്ല, പറിച്ചെടുത്ത് ക്ലിപ്പ് കുത്തിയിരിക്കായിരുന്നേ. അത് ലൂസായിട്ട് ഇങ്ങനെ തുമ്മണ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ എടുത്തിട്ട് കുത്തിയതാണ്. നാസറേട്ട ഫുഡ് കഴിച്ചേട്ടാ. പഴയ സ്ഥലം തന്നെയാണോ? അതെ 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 ഏട്ടാ. ജെറിനേട്ട ഫുഡൊക്കെ കഴിച്ചോ? സുനിൽ ഹായ്. മോളെ ഹായ്. ഉമേഷ് ഏട്ടാ ഡാർലിംഗ്. മണിയുണ്ട് ഏട്ടാ, സുഖല്ലേ? ഹായ്. എൻ്റെ കുട്ടി ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? സുഖം തന്നെ അല്ലേ? ഞങ്ങളെ മറക്കാതെ ഇരുന്നതിന് നന്ദിയുണ്ട് മോളെ. ആരും മറക്കാനാ? ഞാനങ്ങനെ മറക്കോ? എന്താ ഏട്ടാ പറയണേ ഏട്ടാ? നമുക്കതിന് കഴിയോ? എന്താ തലയിൽ പേനുണ്ടോ? പേനല്ല ഏട്ടാ. കേട്ടാ, പേന് ഈരെന്ന് പറയണ സംഭവം എന്റെ തലയിലില്ല. ഒരു പേന് ഈര എടുക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഇല്ല. ഞാൻ അത്രയും ചലഞ്ച് ചെയ്ത് പറയുന്നത് എന്റെ തലയിൽ ഈരോ പേനോ തലയിലോ ഒന്നുമില്ല. പേന ഈരൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പേന ഈര് തലയിലോ ഒന്നുമില്ല. കുറച്ച് ദിവസം ലൈവ് ഇല്ലാതെ എവിടെ പോയത്? എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളുമായിട്ട് കുറച്ച് അങ്ങനെ നമ്മള് ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സമയമാകുമ്പോ ലൈവ് പോകണം, റീൽസ് ചെയ്യണം, ലൈവ് പോകണം, റീൽസ് ചെയ്യണം എന്നുള്ള മൈൻഡ് അങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോ ലീവ് എടുത്തത് എന്തായി? ഇന്ന് ഞാൻ പോകുന്നില്ല പറയുമ്പോ ആ ദിവസം മുഴുവനും ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരാഴ്ച അതങ്ങടെ നീണ്ടു നിന്നു മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ മൂത്ത കുട്ടിക്ക് സുഖമില്ലായിരുന്നു. അവനിങ്ങനെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച, ഒരു 4 ദിവസം അങ്ങനെ പോയി. പിന്നെ 2 ദിവസം ഞമ്മ വേണം വെച്ചിട്ട് ലീവ് എടുത്തു. ഹായ് മണി.
അപ്പോഴേക്കും ഒരുപാട് മെസ്സേജുകൾ ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോഴേക്കും ഒരുപാട് മെസ്സേജുകൾ പോയി വായിച്ചില്ലെങ്കിലും ഒന്നും പറയരുത് പ്ലീസ്. ചേച്ചി പാവല്ലേ. ഹായ് ജെറിൻ ബ്രോ, വണക്കം. ഓക്കെ, ഹായ് സ്വീറ്റി. പിന്നെ കുട്ടികൾ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ, മക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ഇനി ഇത് ബ്രോ വണക്കം. സോമുൽ സെൽവരാജ്, ഹായ് രമേശ്, ഹായ് ഹായ് ഹായ്. അപ്പൊ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? ഹായ് റോബിനേട്ടാ, നമസ്കാരം. സുഖമല്ലേ? എന്താണ് വിശേഷം? വിജയകുമാർ, ഗുഡ് നൈറ്റ്. ഹലോ റോബിൻ. ചേച്ചിയോ? പിന്നെ ചേച്ചി അല്ലാതെ റോബിൻ ഏട്ടനും ഞാൻ ചേച്ചിയാണ്. അമ്മ എന്ത് പറയുന്നു? സുഖം തന്നെ. സുഖമായിരിക്കുന്നു മണിയണ്ടേട്ടാ. പല്ലൊക്കെ വേദന ഉണ്ടായിരുന്നു, പല്ലൊന്ന് പറിച്ചിട്ട് വന്നപ്പോ അങ്ങനെ റെസ്റ്റിലാണ് അമ്മ. മക്കൾ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ അത്താഴം കഴിക്കുന്നുണ്ടോ? കഴിച്ചു കഴിഞ്ഞു. നീങ്ക ரொம்ப അഴക്. താങ്ക് യു. ഗുഡ് നൈറ്റ്. പാലക്കാട് എവിടെയാണ്? കുട്ടേക്കാട്. ഓക്കെ സജി. മക്കള് ഇല്ലല്ലോ? ഇല്ലല്ലേ? മക്കളുണ്ടല്ലോ രാജേഷ്. എന്താ റോബിനേട്ടാ ഇനി ലീവുകൾ ഇനി ലീവ് ആകുമ്പോൾ പറയണം. അനു കാത്തിരിക്കണ്ടല്ലോ. ശരി ഞാൻ പറയാം കേട്ടോ. സോറി ഏട്ടാ, സോറി. പ്ലീസ് ടേക്ക്. ചിലപ്പോ ദിടീന്ന് വരാൻ പറ്റി. എന്റെ മൂഡ് ചിലപ്പോ അന്ന് ലൈവ് പോയാലോ, അങ്ങനെ തോന്നിയാലോ, അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഇന്ന് പറയാം, നാളെ പറയാം, അങ്ങനെ പറഞ്ഞായിരുന്നു. ഇനിയിപ്പൊ അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. കൃത്യമായിട്ട് വരും. നസറേട്ടാ ഹായ് ചേച്ചി. ഹായ്. എന്താ കഴിച്ചത്? ചോറാണ് ഏട്ടാ, ചോറ് കഴിച്ചു. ഇപ്പട്ടയാ എന്താ പറയണത്? എന്തുവാണോ പറയുന്നേ? ശരി, എന്തായാലും ബാഡ് കമാൻഡ് ആണ്. നമുക്കതങ്ങ് ഇപ്പൊ മാറ്റാൻ. വീട്ടിൽ പെണ്ണുങ്ങളുണ്ടോ? ഓക്കെ സപ്പോർട്ടുമാരെ സപ്പോർട്ട്, ഫ്രണ്ട്സുമാര്. ഓക്കെ, താങ്ക് യു മണി, റോബിൻ ഏട്ടാ, താങ്ക് യു. പിന്നെന്താണ് വിശേഷം? ഗണേഷ്. പിന്നെന്താ? കണ്ണൻ ഹായ്. പ്രവീൺ ഹായ് ഡിയർ. അനിത ലവ് യു. ചേച്ചിക്ക് 3 മക്കളല്ലേ? പിന്നെ 3 മക്കളാണ് കേട്ടാ. രാത്രി ലൈവിൽ കാണുന്നില്ല, എന്നെ മറന്നുപോയോ? റോബിൻ ഏട്ടന് ഓർമ്മയുള്ളൂ. അയ്യോ ബിജു ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട് ഏട്ടാ. യുവരാജ് ഏട്ടൻ ഞാൻ കണ്ടില്ല, സോറി ഏട്ടാ. ബിജു ഏട്ടാ പണങ്ങല്ലേ. ബിനോയ് ഹായ്. യുവരാജ് ഹായ്. എപ്പി இருக்காங்க? நல்லா இருக்கிறீங்க. நீங்க எப்படி இருக்கிறீங்க യുവരാജ്? വിഷ്ണു എന്താ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നില്ല കേട്ടോ? വന്നില്ല അല്ലേ? അയ്യോ. നമസ്തേ സുഭാഷ്. അതെ ശരി, ഓക്കെ. പിന്നെ സോറി. ഇനി ലീവ് ആകരുതനോ? ഇല്ല ഏട്ടാ. കമൽ പിജമേട്ട ഇല്ല കേട്ടോ. ഇനി ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുക്കില്ല. ഈശ്വര മൂർത്തി ഹായ്. ഗഫൂറേട്ടാ നമസ്കാരം. സുഖല്ലേ? എന്താ ഉച്ചയ്ക്ക് ലൈവിൽ വന്നില്ല? പിന്നെ മറന്നുപോയോ അനിത? ഇല്ല ബിജുട്ടാ, മറന്നിട്ടില്ല. ഷൺമുഖം. വിഷ്ണു ചോറിന് കറി സാമ്പാറേട്ടാ. ഹൗ മെനി ചിൽഡ്രൻസ്? 3 കുട്ടീസ്. അശോക് രാജ് ഹായ് ഫ്രം. ഓക്കെ, നമ്മളെയൊക്കെ മറന്നു, മെസ്സേജ് പോലും കാണുന്നില്ല. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. ഹലോ ബട്ടർഫ്ലൈ. ആദ്യമായ പറയട്ടാ. അനിത സൂപ്പർ. നല്ലൊരു ഹായ്. ഹായ് ട്ടാ. ഒരു തമിഴ് പാട്ടു കണ്ടിപ്പാ പാടുறீங்க. ദിവസവും അനിത മോളെ വരും എന്ന് വിചാരിച്ച കാത്തിരിക്കും മോളെ. കണ്ടില്ലെങ്കിൽ ദേഷ്യം വരും. അതല്ലേ? സോറി ഏട്ടാ, ആരെയും നമ്മൾ പേഴ്സണലായിട്ട് ഒന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും അല്ലേ. സോറി. ഹായ് റോബിൻ ബ്രോ വണക്കം. വരുന്നുണ്ട്. ജെറിൻ ബ്രോ സാപ്പിട്ടீங்களா? സെന്തിൽ കുമാർ ഗുഡ് നൈറ്റ് അനിത. ഓക്കെ. விவேகானந்தன் லவ் யூ. தமிழ் தெரியுமா? பேச தெரியும், படிக்க சுத்தமா தெரியாதுங்க. അന്തോണി ഹായ്. ചോറുണ്ട് കഴിച്ച ഒരു തമിഴ് പാട്ട് കണ്ടിപ്പാ പാടുறீங்க. ഇനി ലീവ് എടുത്താൽ ഞങ്ങൾ ആരും വരില്ല. അയ്യോ ഇനി ലീവ് എടുക്കില്ല നാസേട്ടാ, ഉറപ്പായിട്ടും വരും. ഹായ് ഡാ ഹായ്. എന്തുണ്ടെങ്കിലും ഇനി ഞാൻ ലൈവിൽ വരും. ഹായ് അനിത സൂപ്പർ. എവിടെയാ നാട്? പാലക്കാട് ഏട്ടാ. സുജിത്തേട്ടാ. വിജയൻ വാവ് ക്യൂട്ട്. ഓക്കെ. ഇത് എവിടെയാ പോയി? ഞാൻ എവിടെയും പോയില്ല ഉദയേട്ടാ, അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നല്ലോ, സന്തോഷായി എനിക്ക്. സുരേഷ് ഏട്ടാ ഹായ്. പാണ്ഡ്യൻ ഹായ്.
ഗുരു ശിവ ഹായ് ഗുഡ് നൈറ്റ്. വിഷ്ണു പി എം ഹായ് 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 ജെറിൻ. ഓക്കെ, മാസത്തിലൊരു ലീവൊക്കെ എടുത്തോളൂ, 2ാം ശനിയാഴ്ച. ഓക്കെ, പൊല്ലേന്നോ അത് നിങ്ങളെ ഞാനൊന്നും പറയുന്നില്ല. വിഷ്ണു ഹനിത, ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യട്ടെ. വീട്ടിലുള്ളവരെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയാം, പക്ഷെ പാവം വീട്ടുകാരൻ്റെ എന്തിനാ നമ്മൾ വലിച്ചിടുന്നത് അല്ലേ? അവര് പാവം ചോറും കറിയൊക്കെ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ടാവും, ആവശ്യമില്ലാണ്ട് ഇവിടെ വന്ന് വർത്തമാനം പറയും. കാര്യമില്ല. സാപ്പിംഗ് ഗഫർ ബ്രോ. ഞാൻ കുറച്ച് തിരക്കിലായത് കൊണ്ട് രാത്രി വേഗം കിടന്നുറങ്ങും. അതെല്ലേ? ശരി കേട്ടാ. ഓക്കെ, ഹായ് ചക്കരെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. മണി എവിടെ? മണി പഠിക്കുന്നു കേട്ടാ. സാപ്റ്റോ മണി യാരും തരില്ല. മോൾ നോക്കണ ആരാന്നറിയില്ല. ഞാൻ കരുതി നമ്മളെ ഒഴിവാക്കി എന്ന്. പിന്നെ എവിടെ ഒഴിവാക്കണ്? വിനോദേട്ടാ ഹായ് ഹായ്. ലൈവിലേക്ക് സ്വാഗതം. 3ാമത്തെ മെസ്സേജ്. അയ്യോ ഞാൻ കണ്ടില്ല വിനീഷ് ചേട്ടാ. നമസ്കാരം വിനീഷ് ചേട്ടാ. വേണ്ട, ബ്ലോക്ക് മതി. അതെ 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 അതെ. അജിത്ത് ഹായ്. ബ്രോ ഓക്കെ. വളരെ മോശമാണ്, വളരെ മോശമാണ്. ആണോ? എന്ത് മോശമാണെന്നാ പറയുന്നത് കേട്ടോ? ഡ്രസ്സിങ് ആണോ, വർത്തമാനം ആണോ, അതോ പിന്നെ എന്താണ് പ്രശ്നം? പറയൂ. അശോക് മാഡം പറയൂ. സാപ്പിയാ ചക്കനെ വിളിച്ച ഗുഡ് നൈറ്റ് പറയല്ലേ? ചക്കനെ ഗുഡ് നൈറ്റ് പറയല്ലേ? ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. പേഴ്സണലായി ദിവസവും ലൈവിൽ വന്നാൽ മതി. ഓക്കെ ടാ. ഹായ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. അനിത വിനായക് എങ്ക അംഗൽവാടിയിൽ വിട്ടാച്ചമ്മ? ഇല്ല ഇല്ല, വീട്ടിലേതാ இருக்கிறீங்க? രവി പോന്ന് വെച്ചപ്പോ ഞാൻ പോക മാട്ടെ. ചിത്താനൻ ഗുഡ് നൈറ്റ്. എവിടെ പോയതാ? എവിടെയും പോയില്ല കേട്ടാ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതന്നെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു മാത്രം. സജിത്ത് ഹായ്. മുടി എന്താ ഇങ്ങനെ? മുടി ചീവി കെട്ടിയില്ല, അതാണ് സംഭവം. ഉച്ചയ്ക്ക് ഇങ്ങനെ കെട്ടിയതാ. കെട്ടി വന്നിട്ട് നമ്മുടെ എന്താ പറയാ മമത കെട്ടിത്തന്നതാണ്. മുടി കുറച്ച് ഫാഷൻ ആയതുകൊണ്ട് ഞാൻ അയച്ചില്ല. എന്നെ കാണില്ല, ഞാൻ ചെറിയ മനുഷ്യനാണ്. അതെ അല്ലേ? ബ്ലാക്ക് സൂപ്പർ. അത് തന്നെ, ബ്ലാക്ക് അല്ല വൈറ്റ് അല്ല ഇത്. അല്ല വൈറ്റ് അല്ല ഇത് വന്നിട്ട് ഒരു എന്താ കളർ എന്ന് എനിക്ക് പറയാനറിയില്ല. ക്രീം കളറാണ് ടീഷർട്ട്, പിന്നെ സ്കേർട്ട് ബ്ലാക്ക് കളർ. എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ലൈവില് ഇടുന്നു. ഏട്ടൻ എവിടെയാണ്? വീട്ടിലുണ്ട് കേട്ടാ. പിന്നെ എവിടെ എന്താ വിശേഷം? സുഖമാണ് കേട്ടാ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. കുട്ടിക്ക് സുഖമില്ലായിരുന്നു, മൂത്ത കുട്ടിക്ക് ഛർദിയൊക്കെ ആയിട്ട്. ഇപ്പൊ ശരിയായി, കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോകുന്നു. രവി ക്ഷീണിച്ചു ഒത്തിരി. അതെല്ലേ, ക്ഷീണിച്ചു. പോട്ടെ സാരമില്ല. സാമ്പാറുണ്ടോ? സാമ്പാറുണ്ട് കേട്ടാ. വിജയകുമാർ ഹായ് മുത്തേ ഹായ്. ഓഫ് വൈറ്റ് റോബിനായിട്ട് എന്താ പറയുന്നേ? വെറുതെ തന്നെ പോടിന്ന് പറയുന്നത്. ഞാൻ പോവില്ല കേട്ടോ, ഫേസ്ബുക്ക് വിട്ട് ഞാൻ പോവില്ല. ഡ്രസ്സ് കൊള്ളില്ല അല്ലേ? ഹായ്, സുഖമാണോ? സുഖമാണ്. പ്രഭാകരൻ ഏട്ടന് സുഖമാണോ? ഷൺമുഖവേൽ ഹായ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം സിസ്റ്റർ. ഓക്കെ ഹായ്. അനിത ജോസി അനുവിനെ കാത്തിരിക്കുമ്പോൾ ഒരു വിഷമം. അതല്ലേ? ഹാഷ് കളർ അല്ലേ? അതല്ലേ? ഒന്ന് ചിരിക്കണ മുത്തേ പ്ലീസ്. ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല. എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഒരു ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിരി ഒന്ന് കമ്മിയാക്കി, ഓവറായോ എന്നൊരു സംശയത്തില്. ഒരുപാട് മെസ്സേജുകൾ പോയി, കാണുന്നില്ല. അയ്യോ, കാണാത്തത് കൊണ്ടാണ് ഗഫൂർ ഏട്ടാ. വിജയൻ ഗുഡ് നൈറ്റ് എനിക്ക് തരണം. എന്താണ് ഏട്ടാ വേണ്ടത്? രമേശ് ഹായ് മോളെ. ഹലോ ബേബി. ഓക്കെ സാപ്പിംഗ്. സാപ്പിംഗ് ജോസേട്ടാ. രമേശ് ഹായ്. ബോഡി പോടാ. അതെ ബോഡി പോടാന്നൊക്കെ പറയുന്നു. ഇരിക്കട്ടെ, എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ. വീരമണി ഹായ്. ചന്ദ്രൻ ഹായ്. മുത്തു ഹായ്. എല്ലാവർക്കും ഹായ് കേട്ടോ. എൻ്റെ അമ്മേ മുരുക, ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്യട്ടെ. അവനെ വെറുതെ വിടുമ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹായ് സോഫ്റ്റ്. பொட்டு எங்கடா மாவு வச்சிருக்கிறீங்க? முடி இங்கே இப்படி சீவனால காணாம தான். சரிங்களா? தான் வச்சிருக்கிறீங்க முடி இப்படி சீவனா தான் நல்லா தெரியும். ഹായ് സ്വീറ്റ് ഹണി. ഗുഡ് ടേക്ക് ഫാമിലി. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ സുഖാണ്. സാമ്പാർ തരണം. തരാട്ടാ.
സാമ്പാർ തരാട്ടോ എന്ന സമയം ലളിത. സാപ്പാട് ചൂട സാപ്പാട് സാമ്പാർ. ബാലേട്ടൻ. വിഷ്ണു ഹായ്. തോമസ് ഹായ്. ഓക്കെ. ഇപ്പൊ ഒരു പെരുന്നാൾ തൊട്ട് ഒരു ഒഴിവില്ലായിരുന്നു, പണിയോടെ പണി. ഇപ്പോഴാണ് റെസ്റ്റ് കിട്ടിയത്. അതല്ലേ. ശശി ഹായ്. മുത്തേ. കോയമ്പത്തൂർ എന്താ വിശേഷം? മഴയാണ്? ഒന്നുമില്ല ഏട്ടാ, നല്ല കാറ്റ് വീശുന്നുണ്ട്, ചൂടൊന്നുമില്ല. വിനോദ് കുമാർ സൂപ്പർ ഡാ. വയനാടൻ. ഓക്കെ ഏട്ടാ. വിനോദേട്ടാ സുഖമല്ല ഏട്ടാ? ഹായ് മാഡം. സജി പാപ്പാൻ എറണാകുളം എന്നെ കാണാതിരുന്നിട്ട് തിരക്കുകൾ പോലും തിരക്കുമാണ്. അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഏട്ടാ, സോറി ഏട്ടാ. ഞാൻ ഇന്നാണ് വന്നത്, വീട്ടിലില്ല. രാത്രി കൊണ്ടാട്ടി വീട്ടിലില്ല. രാത്രി ഞാൻ എപ്പോഴും കണ്ടില്ല, ഫോണ് ഓഫാക്കി കിടന്നുറങ്ങും. അതേലെ ബിജു ഏട്ടാ. അയ്യോ പാവം, എത്ര പേരാണ് നോക്കില്ലേ. അയ്യോ എന്തെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോറി പറയാതെ ലീവ് എടുത്തതിന് സോറി. അല്ല മോളെ എന്താ കഴിച്ചത്? ചോറ് കഴിച്ചു കേട്ടാ. മണിയേട്ടൻ കഴിച്ചോ? ഫുഡ് കഴിച്ചോ കേട്ടാ? എല്ലാവരുടെ അടുത്തും സോറി പറയുന്നു ഞാൻ പറയാതെ ലീവ് എടുത്തതിന്, പറയാതെ പോയതിനും. 2 ദിവസം ആർക്കും ഒന്നും അറിയാതെ അതിൽ ഞാൻ എന്താ കാണാത്ത എപ്പോഴും വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കടപ്പുറ എന്തൊക്കെയോ പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യും, കാണാനില്ല അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഒന്ന് എന്നെ ഓർമ്മിച്ചിട്ടുണ്ടാവില്ലേ? നല്ല വിശപ്പ്. 6 പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയോ നോക്കട്ടെ. ഓക്കെ ഏട്ടാ കഴിക്കേട്ടാ. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ. കുറച്ച് കറുത്തു പോയിട്ടുണ്ട് ഞാനില്ലേ. കറുത്തോ? വെളിയിലൊന്നും പോയില്ലല്ലോ കറുക്കാൻ. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്നലെയാണ് വന്നത് അല്ലേ? അതേട്ടാ, ഓസ്ട്രേലിയയിൽ പോയി ഇന്നലെയാണ് ഞാൻ വന്നത്. ഷാജി എറണാകുളം. ക്ഷീണിച്ചിരിക്കുന്നു. അതെല്ലേ, ക്ഷീണിച്ചിരുന്നു. കുഴപ്പമില്ല. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? നാട്ടിലാകുമ്പോഴേക്ക് സുഖമാണോ? സുഖമായിരിക്കുന്നേട്ടാ. സോറി പറഞ്ഞാൽ തീരില്ല, വിഷമം. അതെല്ലേ. ഒക്കെ മണിയണ്ടേട്ടാ. സോറി ഏട്ടാ, അതിൽക്ക് ഞാൻ എന്താ പറയുക ഇപ്പൊ. ക്ഷമിക്കണം മണിയണ്ടേട്ടാ. ഹലോ ഹായ്. കൃഷ്ണദാസ് ഏട്ടാ. എന്താ സുഖമില്ലേ? സംസാരത്തിൽ ഒരു ഡിഫറൻസ് ഇല്ല. സുഖമായിരിക്കുന്നേട്ടാ. എന്താ ചേച്ചി നാട് എവിടെ? പാലക്കാട് ഏട്ടാ. 6 പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ബിനീഷ് ചേട്ടൻ അന്തം വിട്ട് നോക്കുന്നത്? അതെ മണികണ്ഠൻ. 6 പൊറോട്ട എന്ന് പറയുമ്പോഴേ ചിലപ്പോ എല്ലാവരും 2 എണ്ണം കഴിക്കുന്നവരായിരിക്കാം, 1 കഴിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പൊറോട്ട എന്ന് പറയുമ്പോൾ ഞാനൊരു 3 പൊറോട്ട എന്തായാലും കഴിക്കും. 3 പൊറോട്ട ഞാൻ കഴിക്കും. കഴിച്ചു മുത്തി സൂപ്പ്. ഓക്കെ. ഞാൻ പിന്നെ വർക്കൊന്നും അത്രയൊന്നും ഇല്ലല്ലോ, വീട്ടില് ജോലികൾ മാത്രല്ലേ. ഇതിപ്പോ പുറത്ത് ഗഫൂറേട്ടന് നല്ല പണിയുണ്ടാവും, അതുകൊണ്ടായിരിക്കും വിശപ്പ്. ഇനി ഉടനെ ലീവ് എടുക്കുവോ? ഇല്ല, ഇനി ലീവേ ഇല്ല. സെന്തിൽകുമാര് ഹായ്. ഗോപി ജോ ഹായ്. സൂപ്പർ അനിത. അവിടെ മഴ പെയ്യുന്നുണ്ടോ? എവിടെ ഏട്ടാ? മഴയേ ഇല്ല, ചൂടുമില്ല. നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുന്നത് കൊണ്ട് അവിടുത്തെ തണുപ്പ് മുഴുവനും കോയമ്പത്തൂരാണ്. നല്ല കുളുകുളുന്നുണ്ട്. എന്തായാലും എത്ര വെയിലടിച്ചാലും ചൂടില്ല, തണുപ്പാണ്. ഞാൻ 4 നേരം കഴിക്കുന്നതാണ് ഇത്രയും. എന്റെ അമ്മ 3 പൊറോട്ടയോ? അതെ, എന്താണ് 3 പൊറോട്ട കഴിക്കാം? ഞാൻ 3 പൊറോട്ട കഴിക്കാം. എന്താ പിന്നെ ശശി ഇപ്പോൾ എവിടെയാണ്? നമ്മളെ ഇവിടെ സീതാപാനി ഒരു ഹോട്ടലുണ്ട് ഇവിടെ കുനിയമുത്തൂര് ഇവിടെ. അവിടെ നിന്ന് പൊറോട്ട കഴിച്ചാൽ കുറച്ച് വലുതാണ്. അപ്പൊ ഞാൻ 2 എണ്ണം കഴിക്കുള്ളൂ, 3 എണ്ണം കഴിക്കാൻ പറ്റില്ല. നല്ല വിഷമുണ്ടെങ്കിൽ 3 എണ്ണം കഴിക്കും. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് മൈ ഡിയർ. ഓക്കെ കുമാർ വീര. റോബിൻ ഏട്ടാ ജംഗോബി ഏട്ടനെ മെൻഷൻ ചെയ്യുന്നു. ബിനീഷ് കുമാരേട്ടൻ ചെക്ക് സ്വാഗതം. എന്നിട്ട് പിന്നെ നിരഞ്ജൻ ഹലോ. സാപ്പിട്ടിയാക്കാ? ഓ അരസു സാപ്പിട്ടിങ്. സുധീഷ് ഹായ്. അനിത ഹായ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജോയ് ഏട്ടാ ഹായ്. ഇപ്പോൾ തിരുപ്പൂരാണ്? അല്ല, ഞാൻ കോയമ്പത്തൂര്. ഞാൻ കഴിച്ചു. നല്ല കൂട്ടുകാരെ. അതെ ഞാൻ കഴിച്ചു. നല്ല കൂട്ടുകാരെ കണ്ടില്ലേ, എനിക്ക് മനസ്സിനൊരു സുഖമില്ല മോളെ. ലൈവിൽ കണ്ടാൽ മനസ്സിനൊരു സന്തോഷമാണ്. അതല്ലേ മണിയാൻ കേട്ടോ? ഓക്കെ ഏട്ടാ, ഞാൻ ഇനി ലൈവൊന്നും എടുക്കില്ല, എപ്പോഴും വരുന്നതായിരിക്കും. റോബിൻ പോയോ? വരാം. കുറേ ലൈവ്
കുറേ ലൈവ് ബെൻഡിങ് ഉണ്ട്. ഞാൻ പോയി വരാം, കുറേ ലൈവ് ബെൻഡിങ് ഉണ്ട്. ഓക്കെ റോബിനേട്ടാ വരണം കേട്ടോളെ, നാളെ ഉച്ചയ്ക്ക് വരണേ. വലിയ വയറാണല്ലേ. ഞാൻ പോയിട്ട് വരാം. അതാ ഇനിയും എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടെയും പോകുന്നില്ലല്ലോ. കോഴിക്കോട് വരാറുണ്ടോ? വന്നിട്ടില്ലേ? ഒരു ബിരിയാണി തരാം. ഓ ശരി ഏട്ടാ, വരുമ്പോ ഞാൻ അനീഷേട്ടാ വിളിക്കുക കേട്ടോളേ. சாப்பிட்டியா பாப்பா? ஓ சாப்பிட்டீங்க காலி, நீங்க சாப்பிட்டீங்களா? എന്താ സീരിയൽ ചുരിദാർ ആൻഡ് ബ്ലാക്ക് കളർ ഷോൾ വേറെ ലെവൽ അനിത. താങ്ക് യു. സീതാപ്പാനിയിലെ വലിയ പൊറോട്ടയാ? അതെ, സീതാപ്പാനിയിലെ വലിയ പൊറോട്ടയാണ്. കുമ്മരവേൽ ഹായ്, സൂപ്പർ. ഹായ്, ഹവർ യു? സതീഷ് ഹായ്. ഹായ് അനീഷ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 പൊറോട്ടയെ കഴിക്കാൻ പറ്റുള്ളൂ. വീര ഹായ് ഫ്രണ്ട്. എന്നോട് വീട്ടുകാർ പറയുന്നു ചോറിന്റെ മറവിൽ നിന്നും നിന്നെ കാണില്ല എന്ന്. അതെല്ലേ, ഫുഡ് കഴിക്കട്ടെ എന്ന് അങ്ങനെ വെറുതെ പറയാണ് ഗഫൂറേട്ടൻ, വെറുതെ പറയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ലൈവ് നിർത്തിയാ ഞാൻ മിണ്ടില്ല. ഇല്ല, എവിടെ നിർത്തണേട്ടാ, നാളെ എപ്പോൾ വരും? നാളെ ഞാൻ ഉച്ചയ്ക്ക് വരും ജയരാജനേട്ടാ. ബ്ലോക്ക് ആണ്. വിഷ്ണു, ബിനോയേട്ടൻ, മൂർത്തി ഹായ്. ഈ ബ്ലോക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റില്ല. ക്ലിയർ ഒന്ന് കൂട്ടു. അതിന് ഏട്ട ക്ലിയർ കൂട്ടാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ പറയാം, ഇവിടുത്തെ ട്യൂബ്ലൈറ്റ് ആണ് ഇട്ടിരിക്കണതേ. അപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ എത്ര തന്നെ ഫുള്ളായാലേ വരുള്ളൂ. ഇതാ ഫുള്ളാണ്. ഇവിടെ ഈ ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചം അതുള്ളൂ. എവിടെയാ? വീട്ടിലാണോ വിഷ്ണു ഏട്ടാ? പ്രദീപേട്ടാ ഹായ്. പ്രദീപേട്ടാ. കൃഷ്ണ നന്ദൻ എന്തോ പറയുന്നു. കഴിച്ചു. വസന്ത എന്നാ സാപ്പിങ് അനിതാ? സാപ്പാട് താങ്ക ക്ലിയർ ആണല്ലോ. ആണല്ലേ, ക്ലിയർ ഒക്കെ ആണ്. 1 മണിക്ക് വരുമോ? 1 മണിക്ക് വരും. ക്ലിയർ ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നില്ല. വരില്ല കുറച്ച് ദിവസത്തിന് വരില്ല. കാരണം എന്താന്ന് വെച്ച് പറഞ്ഞാൽ ഹായൊക്കെ സാപ്പിങ്ങിലൊക്കെ. ഓ സാപ്പിങ് ജോസി ഹലോ. ഞാൻ കുറെ ലീവ് എടുത്തില്ലേ, അപ്പൊ എന്റെ റീച്ചുകളൊക്കെ കുറഞ്ഞു 0-ലെത്തി. അതുകൊണ്ട് കുമരവേൽ ഗുഡ് നൈറ്റ് ജോസി അനിത. ഇനി ഒരു ഡാൻസ് ആയിക്കോട്ടെ. ഡാൻസ് ഹൗ ആർ യു ഒക്കെ? ഫൈൻ ജോസി. ലൈവിൽ 10 മണിക്ക് നിർത്തും. ഇനി എന്താ ചെയ്യുക? ടൈം പറ. അതന്നെ 2 മണി അല്ല, 1 മണി ടു 2, 9 മണി ടു 10. കമ്മൽ PGM ബ്രോ എന്താ വർക്ക് പറഞ്ഞു കൊടുക്കേട്ടാ. ഹായ് ചേച്ചി. ജനിൻ തിങ്കൾ മുതൽ ശനി വരെ പൊറോട്ടയാണ് അത്ര കഴിക്കാറ്. ആരാണത്? ഹായ് അനിക്കുട്ടി. ഹായ് ഏട്ടാ. ഇവിടെ മഴയുണ്ടോ? ഇല്ല, മഴയൊന്നുമില്ല. ഇന്ന് ബ്ലോക്ക് ആരും ഇല്ലേ? എത്ര ബ്ലോക്ക് ചെയ്തു? ഇപ്പൊ തന്നെ 5 ബ്ലോക്കായി. നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നില്ലേ? വന്നില്ലേ? അതെ സൂപ്പർ ഏട്ടാ. സതീശൻ ഹായ് ഫ്രണ്ട്, വെൽക്കം, ഗുഡ് നൈറ്റ്. ഹലോ ഹായ്. നന്ദു ശരവണൻ ഹായ്. അപ്പോ ഹായ് ചേച്ചി. ഹായ്. കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട്. എന്താണ് വിശേഷം? നല്ല വിശേഷം. BU പെരിയസ്വാമി എന്നോ சொல்றாங்க. സനിത ഷൺവസേട്ടാ ഹായ് ഏട്ടാ. ലൈറ്റ് കുറഞ്ഞാലും സാരമില്ല അല്ലേ കമല വിജയമേട്ട? ഓക്കെ ശരി, സൂപ്പർ, താങ്ക് യു. നേരത്തെ നോട്ടിഫിക്കേഷൻ വരില്ലായിരുന്നു അല്ലേ? അതെ അല്ലേ? ഫുഡ് കഴിച്ചോ? സുരേഷ് ഗുഡ് നൈറ്റ്. ഇനി കുറച്ച് ദിവസത്തിന് വരില്ല. ഓക്കെ, അതുപോലെ കഴിച്ചോ? കഴിച്ചു. ഹലോ, അപ്പോൾ നാളെ രാത്രി കാണാം. ഭക്ഷണത്തിന് എന്താ സ്പെഷ്യൽ? ചോറാണ് ഏട്ടാ ബിജു ഏട്ടാ. ചോറ് സാമ്പാർ. മണി പോയോ? ഇല്ലല്ലോ, പോയിട്ടില്ലല്ലോ. ജയരാജൻ ഓക്കെ, ഗുഡ് നൈറ്റ്. കൃഷ്ണ ഹായ്. ഭാസ്കർ ഹായ്. സാപ്പിട്ടാച്ചാ ചേച്ചി? സാപ്പിങ് എന്നെ സ്പെഷ്യൽ സാപ്പാട്. ഉച്ചയ്ക്ക് എന്നെ അധികം പ്രതീക്ഷിക്കേണ്ട. രാത്രി വരും. അതെ, നിനക്ക് കാണും. ചേച്ചിയോ? സുഖമാണ് അനിത, സുഖമാണ്. എനിക്ക് പൊറോട്ടയാണ് കൂടുതൽ ഇഷ്ടം. അതല്ലേ, ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. നീ ചൂട് കൂടിയത് കൊണ്ടാകും. ഇല്ല കേട്ടാ, ചൂട് കൂടിയത് കൊണ്ടൊന്നല്ല. അതെ ക്ഷീണിച്ചു. പക്ഷെ ക്ഷീണിച്ച് ഈ കയ്യൊന്ന് ചെറുതായാൽ മതി. കയ്യൊന്ന് വണ്ണം കുറഞ്ഞാൽ മതിയായിരുന്നു. ക്ഷീണിക്കുമ്പോ മുഖം അങ്ങനെ
കുറെ എന്താ പറയാ, കയ്യൊന്ന് വണ്ണം കുറഞ്ഞാൽ മതിയായിരുന്നു. ഇത് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. കയ്യിന്റെ വണ്ണം ഇത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കണം. ബിജു ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് ഏട്ടാ. ഓക്കെ ബിജു ഏട്ടാ ഗുഡ് നൈറ്റ്. നോൺ വെജ് നോനോ ഇല്ല. പാർവതി എവിടെ? പാർവതി വന്നിട്ടില്ല, ജോലിക്ക് പോയിരിക്കാണ്. മണികണ്ഠ ഏട്ടാ ഹായ് മാഡം. മാഡം പോയോ? പെങ്ങളെ പറയേട്ടാ. വിഭിന്നേട്ടാ പറയൂ. நீங்க தமிழ்நாடு வாங்க. நான் தமிழ்நாட்டில் தான் இருக்கிறீங்க. ഓ ബിനീഷ് കുമാർ ഒരു എന്തെല്ലാം. ഹായ് അനിത. ഹലോ സുഖാണോ? അജിത് കുമാർ നിന്നെ കാണുമല്ല, എനിക്ക് സന്തോഷമായി. ഓ ശരി ബിജു ഏട്ടാ. ശിവ പിന്നെ എന്നിട്ട് എന്താണ് പിന്നെ വിശേഷങ്ങൾ പറയും. ഫുഡൊക്കെ കഴിച്ചോ പറയും. കുറേ ദിവസങ്ങൾ പെൻഡിങ്. ഭയങ്കര ബോറടി ആയിരുന്നു കേട്ടോ. ഷോ ബോറടി കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പുതിയ അത് നിൽക്കുന്നു കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യട്ടെ. നീ പോടാ. അല്ല പിന്നെ ലൈറ്റ് കുറഞ്ഞത്. ഓ ഞാൻ ഫുഡ് ഇല്ല. ഹലോ നമസ്കാരം സുരേഷ് ഏട്ടാ. സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? കോയമ്പത്തൂരില് ഇരിക്കിയാ? അമ്മാ കോയമ്പത്തൂരിൽ ഇരിக்கிறீங்க? ആയി ഷെജു ഏട്ടാ സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചേട്ടാ? നമ്മളെ മറന്നുപോയി. ഇല്ല മറന്നിട്ടില്ല. ഞാൻ അങ്ങനെ മറക്കും? ഈ പ്രൊഫൈൽ ഫോട്ടോ ഒരിക്കലും മറക്കില്ല. എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ ആണ് ഞാൻ എല്ലാവരുടെയും മെയിനിലെടുക്കും. പേരും കൂടെ അല്ല പ്രൊഫൈൽ ഫോട്ടോ. പേരുണ്ട്, പേരും പ്രൊഫൈലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് കൈ മിന്നും കൊടുത്താൽ ശരിക്കും തരും. കൈ മിന്ന பழனிசாமி இரவு வணக்கம். வணக்கம், எப்படி இருக்கிறீங்க? சாப்பிட்டீங்களா? விஜய் ஹாய். முகிலன் உங்களை பார்க்கலாமா? ஏன் இப்பதான் பார்த்துட்டு இருக்கிறீங்க லைவ்? ஒயிட் பிளாக் சூப்பர். தேங்க்யூ பழனிசாமி. സാപ്പിട്ടീങ്ങളാ? കൈയിന്റെ വണ്ണം കുറയ്ക്കാൻ അത് കുറയ്ക്കണ്ട. ചിലപ്പോൾ ആവശ്യം വരും. 2 കൊടുക്കേണ്ടി വരും ചിലർക്ക്. അതല്ലേ? ആഹാ അയ്യോ നമ്മൾ പാവങ്ങളാണ്. അടിക്കാനൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ആരിനെ അടിക്കാനൊന്നും നിൽക്കില്ല. ആരും ഇതുവരെ അടിച്ചിട്ടുമില്ല. കൈ എന്റെ കുട്ടികളെ പോലെ ഞാൻ അടിക്കും. എന്നാലും അത്രയ്ക്ക് ഇങ്ങനെ റോങ് ആയിട്ടൊന്നും ചെയ്തില്ല. നാരായണൻ ഹായ്. അനിത ഹായ് അക്ക. കൈ വണ്ണം കുറയ്ക്കാൻ ഇറച്ച കൊടുത്താൽ മതി. കഴിച്ചോ ഏട്ടാ? വിനിഷേട്ടൻ കഴിച്ചോ? പ്രിൻസസ് ഹൗ ആർ യു ആൾ? நல்லா இருக்கிறீங்க. நீங்க நல்லா இருக்கிறீங்களா? ഹായ്. ഞാനിപ്പോൾ വരാം. എനിക്കൊരു 8ന്റെ പണി കിട്ടി. അതാ എന്ത് പറ്റി? അക്ക சொல்லுங்க. നാളെ രാത്രി 9:30 ലൈവിൽ വരുമോ? നാളെ രാത്രി 9 മണിക്ക് വന്നിരിക്കും. ഹായ് അനിത് കുട്ടി കുറച്ചായി വന്നിട്ട്. അതെ വിനിൽ കുമാർ ഏട്ടാ സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചേട്ടാ? ഞാൻ വന്നിട്ട് കുറെ ദിവസമായി. വിജയ് ഏട്ടന് സുഖല്ലേ? ഗണപതി ഗുഡ് നൈറ്റ്. സുഖല്ലേ? ബിനീഷ് ഹായ്. வாய்ஸ் கேட்கும் போது மைண்ட் ஹாப்பியா இருக்கு. வாய்ஸ் கியூட்டா இருக்கு. தேங்க்யூங்க. தேங்க்யூ. ஹவ் ஆர் யூ? ஃபைன். മണിമാരൻ ബ്രോ സാപ്പിട്ടീங்களா? ഹായ് രവിയേട്ടാ. ഹായ് ഏട്ടാ സുഖല്ലേ? ഇപ്പോൾ തന്നെ ക്ഷീണിച്ചു. പിന്നെ എന്തിനാ കൈവണ്ണം കുറയ്ക്കുന്നത്? കൈയില്ല കുറച്ച് വണ്ണം കൂടുതൽ. നമ്മുടെ ശരീരത്തിന് കാട്ടിയും കൂടുതൽ കൈയാണോ എന്നൊരു സംശയം, അതുകൊണ്ട് പറഞ്ഞതാ. സൂപ്പർ വോയിസ്. താങ്ക്യൂ. പകൽ ഫോണ് ശ്രദ്ധിക്കാൻ. പെങ്ങളെ മെലിഞ്ഞോ? കുറച്ച് മെലിഞ്ഞു. ഞാൻ 65 കിലോനങ്ങാണ്ട് ഉണ്ടായിരുന്നാണ്. ഇപ്പൊ 64 അങ്ങാണ്ടായി തോന്നുന്നു. 2 കിലോനങ്ങാണ്ട് കമ്മിയായി തോന്നുന്നു. ലൈസൻസ് എടുക്കാനാന്നോ? 8ന്റെ പണി കിട്ടി. അതെ 8 വേറെ ആരും ഫ്രം കേരള. ഹായ് മാം. ഹായ്. ചെയ്യാം മോളെ. അത് പറഞ്ഞാൽ ഹൗ ആർ യു മാം? നല്ല സ്മൈൽ. താങ്ക്യൂ. രസമ്മി തമിഴ് പഠിക്ക തെരിയാത്. ഇഡലി ദോശ സൂപ്പർ. എനിക്ക് നിങ്ങളുടെ ആ ശബ്ദം ഇഷ്ടപ്പെട്ടു. താങ്ക്യൂ. അനു
ഇനി 15 ദിവസം റെസ്റ്റാണ്. അതല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ രീതിയിലേക്ക് അല്ലേ ശ്രീനാഥ്. ഓക്കെ, സ്മൈൽ സൂപ്പർ. ഓക്കെ, താങ്ക് യു, ഐ ലവ് യു. അപ്പാടി. സലീം ഹായ്. ഓക്കെ സിസ്റ്റർ, ഗുഡ് നൈറ്റ്. റെസ്റ്റിലായിരുന്നു, സുഖമായി വരുന്നു. വിനായകന് എന്തെടുക്കുക, ഉറങ്ങിയേട്ടാ. വിനിൽകുമാറേട്ടാ, ഏട്ടന് സുഖമല്ലേ? ഗോപാൽ ഒന്ന് സെൽവരാജ് ഏട്ടാ ഹോസ്പിറ്റലാണ് പറഞ്ഞു അല്ലേ അന്ന്? അതെ അല്ലേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൺലി ഫോർ ഗുജറാത്ത്. வினில்குமார். ஓகே ஓகே. சிவகுமார், தமிழ் சுத்தமா படிக்க தெரியாது, பேச மட்டும்தான் தெரியும். எதா இருந்தாலும் இங்கிலீஷ்ல டைப் பண்ணுங்க சரிங்களா? പ്രവീൺകുമാർ, ഗുഡ് നൈറ്റ്. സുഖമല്ലേ ചേച്ചി? സുഖമായിരിക്കുന്നു ബിജേട്ടാ. എന്നാൽ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നീങ്ക പേർക്ക് സൂപ്പർ, താങ്ക് യു. ചുമ്മാ ഇരിക്കണോ? സിമ്പിളാ, സിമ്പിളാക്കി വെള്ളം കുടിക്കൂ. വേണ്ട വേണ്ട. ഓക്കെ കുമാർ ഹായ്. പിന്നെ പറയും പുറത്തൊക്കെ പോയിരുന്നോ? എവിടെ പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? എവിടെ പോണു? എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ. കുമാർ ഐ ലവ് യു. പെങ്ങളെ ഊണ് കഴിച്ചു? ഞാൻ കഴിച്ചു ഏട്ടാ. സുരേഷ് ഏട്ടാ ചോറന്നെ, ചൂടുള്ള ചോറ് വെച്ചു, ചൂടായിട്ട് ചോറ് വെച്ചു. ഹാപ്പിയാണോ? ഹാപ്പിയാണ് ഏട്ടാ, ഹാപ്പിയാണ്. ഗുഡ് നൈറ്റ്. குட் நைட்டு. தமிழ் நல்லா பேசுறீங்க. 4-5 வருஷமா இங்கே தான் இருக்கிறீங்க, தமிழ்நாட்டு கோயம்புத்தூர்ல தான் இருக்கிறீங்க. ഞാൻ വിചാരിച്ചു അനുമോളെ നാട്ടിൽ വന്നിട്ടുണ്ടാവുമെന്ന്. ഇല്ല, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് എന്തായാലും ഞാൻ ലൈവ് ചെയ്യും. ചേച്ചി ഒരു ഹായ് പറയും. പിന്നെന്താ സലീമേട്ട ഹായ്. ചന്ദ്രശേഖർ സുഖമാണോ? സുഖമായിരിക്കുന്നു. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ചന്ദ്രസുഖം. അന്തോണി ഹായ്, ഐ ലവ് യു. ഇത് പിന്നെ ലൂസാവും കേട്ടോ. വിനയകുമാറേട്ട ഹോസ്പിറ്റലിലായിരുന്നു, ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതെ, ആർക്ക്? ഏട്ടനോ? അയ്യോ, എന്നിട്ട് ഉണ്ടായിരുന്നു. ഷോപ്പിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോകും. അതല്ലേ, എന്ത് പറ്റിയേട്ടാ? എന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. വിജയേട്ടൻ പറയാട്ടാ. ടാറ്റ, ഗുഡ് നൈറ്റ്. പറയാട്ടാ. ஹாய். எവിടെയാണ്? வீட்டிலானா ஏட்டா? வீட்டிலானா. முகிலன் சாப்பிட்டீங்களா? ஓ சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? முகிலன் எங்கிருந்து லைவ் பார்த்துட்டு இருக்கிறீங்க? பெரியசாமி கண்மணி அன்போடு காதலன். അശോകൻ ഹായ്. പൊന്നു ഹായ്. ലൈവിൽ ഇല്ലാത്തപ്പോൾ ബോറടിച്ചില്ല? ബോറടിച്ചു. മെസ്സേജ് പോകുന്നു. പോയി ഇപ്പം അതാ വന്നത്. അറിഞ്ഞാൽ മാത്രം മതി, ഹാപ്പിയാണെന്ന്. അറിഞ്ഞോ? അതെ, ഹാപ്പിയാണ് കേട്ടാ. അതെ. അതെ, റഫീഖ് സൂപ്പർ ക്യൂട്ട്. ഓക്കെ, വെരി ഗുഡ് സോങ്, സൂപ്പർ, താങ്ക് യു. പ്രകാശ് ഗുഡ് നൈറ്റ്. ജയകുമാർ ഹായ്. നല്ല പാവം കുട്ടിയാണ്. ഇതാ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചേർന്ന് ഇവരെ സഹായിക്കാമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. അതെല്ലേ, പറഞ്ഞു തന്നെ മതി ഏട്ടാ. ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഏട്ടാ. ഓക്കെ, താങ്ക് യു ഏട്ടാ. സാപ്പിട്ടിങ്. പിന്നെ ബിനീഷ് ഏട്ടൻ്റെ അറിയില്ലേ, നമ്മുടെ ജോലി എപ്പോഴോ പണി കിട്ടും എന്നും അറിയില്ലേ? അതെ, മുകളിൽ ആരാ, താഴെ ഇറങ്ങി പോയി. കയ്യിൻ്റെ വണ്ണം ടീഷർട്ട് മാത്രം അറിയും. അതെ അല്ലേ, ബാക്കി ചുരിദാറൊക്കെ ഇടുമ്പോൾ ഓക്കെയാണ് അല്ലേ? ഹായ് അനിത, സുഖമാണോ? സുഖമായിരിക്കുന്നേട്ടാ. മോഹനേട്ടനായിട്ട് സുഖമല്ലേ? ഫേസ്ബുക്ക് ആക്റ്റീവ്? ഫേസ്ബുക്ക് ഇപ്പൊ തന്നെ. അടിപൊളി പേര് മുകിലൻ. അതെ, മുകിലൻ നല്ല പേര്. വിനിൽകുമാർ ഏട്ടാ പറയേട്ടാ. അൾസർ ആയിരുന്നു, ഇത്തിരി കൂടിപ്പോയി, ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഫുഡ് നേരത്തിന് കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടാ. ഭാസ്കരന് സാപ്പാട്. അതെ, നമ്മളിങ്ങനെ കഴിക്കാതെ അങ്ങനെ ആയിട്ടേ കുറച്ച് ദിവസം അങ്ങനെ കഴിക്കാതെ പിന്നെ അതങ്ങനെ കഴിക്കാതാവും. പിന്നെ നമ്മൾ അത് കുറേ ഇതുണ്ട്. അൾസറിനെ കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാതെയാണ് മെയിന്. രാവിലെയും ഫുഡ് കഴിക്കണം, ഉച്ചയ്ക്കും 2 നേരം ഫുഡ് കഴിക്കണം. പിന്നെ വൈകുന്നേരത്ത് കുറച്ച് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചാലും മതി. സുരേഷ് ഹാപ്പി. ഓക്കെ. കാറ്റുണ്ടോ ഇപ്പോൾ? ഇപ്പൊ നല്ല കാറ്റാണ്. നല്ല കാറ്റാണ് കേട്ടോ. രമേശ് ഹായ്. ചോറുണ്ടോ? ചോറൊക്കെ ഉണ്ട് കേട്ടാ. ചോറൊക്കെ ഉണ്ടിട്ടാണ് വന്നത് ലൈവിൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ. മുരുകൻ ഹായ്. സ്വീറ്റ് ഡ്രീംസ്.
പിന്നെ 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 നല്ല കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ കാറ്റിന്റെ? എന്താ അത് കൊടുങ്കാറ്റാണെന്നാ തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ഭഗവാനെ ഉച്ചയ്ക്ക്. കുഴപ്പമൊന്നുമില്ല, ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. ഗുണവന് കുറച്ച് സാധനങ്ങൾ ടയറ് കാര്യങ്ങളൊക്കെ തീ പിടിച്ചു. മോൾക്ക് ചുരിദാറാണ് ചന്തം. അതേലെ ചുരിദാർ വല്ല നമ്മുടെ ചുരിദാർ ഇട്ട് ഇപ്പം ബോറടിക്കുന്നത് പറഞ്ഞിട്ടാണ് ചുരിദാറും 2 ലൈവല്ല. അപ്പൊ ഒരു ചുരിദാർ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു സാരി ഒരു ചുരിദാർ അങ്ങനെ അങ്ങനെ. ദിവ്യ ഹായ്, സോ ക്യൂട്ട് വീഡിയോ സ്വീറ്റ്. ഞാൻ അതാണ് എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജയകുമാർ പറഞ്ഞു ലവ് യു സിസ്റ്റർ. കുമാർ എഡിറ്റിംഗ് സാപ്പിംഗ്. ഹായ് നൈസ് ജോൺ. മഴയുണ്ടോ? ഇല്ല. കുമാർ ഹായ്. രാജേഷ് ഹായ്. അനിത സുഖമാണ്? സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ഏട്ടാ രാജേഷ് ഏട്ടാ. ഫുഡൊക്കെ കഴിച്ചേട്ടാ. ലവ് യു സിസ്റ്റർ ഹായ്. കുമാർ സാപ്പിംഗ്. കുമാർ ലവ് യു. കാറ്റിന്റെ ശബ്ദമുണ്ട്. കാറ്റ് നല്ല കാറ്റുണ്ട്. ഞാനിതാ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനോട് കഴിച്ച അതെ ചോദിച്ചത് കാറ്റുണ്ടോ എന്ന് പറയുന്നു പോകാതെ പറഞ്ഞു പോകാതെന്നാണോ? ലവ് യു സിസ്റ്റർ. അതേ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അതെ 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 പിന്നെ ടെൻഷൻ ഇതൊക്കെ ആണ് പ്രശ്നം. അതല്ലേ പിന്നെ കടയും അല്ലേ, കടയിൽ പോകണം, നടന്ന് പോകണം, ബിസിനസ് കാര്യങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കൊടുക്കുക. അപ്പൊ അവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മളങ്ങനെ മാക്സിമം തന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്തായാലും ഭക്ഷണം നമുക്ക് ഊണും ഉറക്കവും നമുക്ക് മനുഷ്യന് മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വെറുതെ ഇത്രയും ജോലി ചെയ്തിട്ട് നമ്മള് പിന്നെ ആശുപത്രിയിൽ പോയിട്ട് കിടന്നിട്ട് എന്താ കാര്യം? അതാണ്. അപ്പോൾ നമ്മൾ 3 നേരം ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ആശുപത്രി കൊടുക്കണ്ട. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആശുപത്രി പോകാനുള്ള അസുഖങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ സമയം കിടക്കണമല്ലോ ഉള്ളൂ അല്ലേ? അത് വേറെ കാര്യം. എന്താണ് വായിച്ചത് മനസ്സിലായില്ല. അടുത്ത ഗിന്നസ് ബുക്കില് കയറും ജോഫോർ ഏട്ടൻ. അതെ അതെ ശരിയാ. ആരെയും മാരീഡ്? കുമാർ മാരേജ് കഴിഞ്ഞു. കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നു. അതെ അല്ലേ, നല്ല കാറ്റാണ്. കേരളത്തിൽ മഴയാകുമ്പോ ഇവിടെ കാറ്റ്, നല്ല തണുപ്പ്. കുഴപ്പമില്ല. ഇവിടെ മാത്രം മഴയില്ല. ഇവിടെ തോട് പുഴകളൊന്നും ഇല്ല. ഇവിടെ അങ്ങനെ കുളങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഇവിടെ കുഞ്ഞമുത്തൂര് ഇവിടെ ഒന്നും വെള്ളങ്ങളൊന്നും ഇല്ല. നല്ല മഴ പെയ്യട്ടെ. പറയട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്നാൽ അല്ലേ സഹായിക്കാൻ പറ്റൂ സാർ? അതെ 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 എനിക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം ശുഭമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും ലൈവിൽ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോളെ ചേട്ടാ. പറഞ്ഞാല് വളരെ സന്തോഷമുണ്ട്. കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു. ദിലീപേട്ടാ സുഖമാണ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഏട്ടാ. കുട്ടികളെ സ്കൂളിൽ പോകണം ഏട്ടാ. ലവ് യു സിസ്റ്റർ ഹായ്. ദിലീപ് കുമാർ ഹായ്. ലവ് യു സിസ്റ്റർ ഹായ്. ഹായ് സഹോ ഹായ്. ഇവിടെ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അതെ ശരിയാണ്. അപ്പോൾ എൻ്റെ പഴയ പോലെ കാലിങ്ങോട്ട് മടക്കി വെച്ചതുകൊണ്ട് തരിക്കുന്നു കാല് തരിക്കുന്നു. കാല് തരിക്കുന്നു. അയ്യോ വയ്യ. കാല് തരിപ്പ് പറഞ്ഞിട്ട് ഈ കാലില് എനിക്ക് കുറച്ച് ഇവിടെ സ്റ്റെപ്പിലല്ലേ ഇരിക്കുന്ന സ്ഥലം പോലെ ഇരിക്കാനുള്ളത്. അപ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകാത്തത് കൊണ്ട് കാല് തരിക്കുന്നു. 2 ദിവസം റെസ്റ്റ് ഇല്ലാത്ത ജോലി ഉണ്ടായത് കൊണ്ട് നല്ല ഉറക്കം കിട്ടി. കിടന്നത് ഓർമ്മയുള്ളൂ. അതെല്ലേ, ഓക്കേ സഹായിച്ചോളൂ. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഹായ് അനിത സുഖമാണോ? അവിടെ മഴയുണ്ടോ? ഞാൻ ഫുഡ് കഴിച്ചു ഇന്ന് നേരത്തെ. അയ്യോ അമ്മേ കാൽ തരിച്ചിട്ട് വയ്യ. ഞാനിവിടെ തന്നെ, ഇവിടെ കോയമ്പത്തൂര്. കുമാര് കുറെ നേരം ഒരേപോലെ ഇരുന്നിട്ട് അല്ല കാലിങ്ങനെ മടക്കി വെച്ചിട്ട് കേട്ടാ. ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇരുന്നത്. അത് കാരണോ? അത് ഇരിക്കാനും സ്പേസും ഇല്ല, അതുകൊണ്ടാണ്. ശരി കുഴപ്പമില്ല. പിന്നെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ വെളിച്ചമുള്ള സ്ഥലം ഇല്ല. പിന്നെ വീട്ടിനകത്ത് കുട്ടിപ്പട്ടാളമൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. 2 പേരും ഉറങ്ങിയിട്ടില്ല ഉള്ളില്. പിന്നെ മോളില് പോണം. മോളില് പിന്നെ ഫുള്ള് ഇരുട്ടായിരിക്കും. എന്താ ഇരുട്ടത്ത് ലൈവ് എന്ന് ചോദിക്കും എല്ലാവരും. മണികണ്ഠൻ. ദീപു ഹലോ. കാൽ നേരെ വെച്ചിരിക്കുക. അത് നേരെ വെച്ചിരുന്ന് പറഞ്ഞാൽ ഞാൻ തൊമ്മത് വീഴും.
സുബിൻ രാജ് ഹായ് ചേച്ചി, സുഖാണോ? സുഖമായിരിക്കുന്നു. ഒരാൾ 20 മിനിറ്റ് ഓരോ പോലെ ഇരിക്കുന്നത്, ഒന്ന് എണീറ്റ് നിന്ന് ഇരിക്കുക, അത് ശരിയാ. സിസ്റ്റർ ഓക്കെ. കുമാർ ഓക്കെ. എനിക്ക് ഫുൾ ടൈം റെസ്റ്റുള്ള ജോലിയായിരുന്നു, അതല്ല. സുനിൽ രാജ് ഗുഡ് നൈറ്റ് സിസ്റ്റർ ഓക്കെ. ഹലോ ഹായ് സട്ടച്ച, కొంచెం നടക്കണട്ടാ, ശരിക്കും പറഞ്ഞ പോലെ നടക്കട്ടെ. നമുക്ക് കാറ്റൊന്നും ആസ്വദിക്കാം. ഇവിടെ ഇരുന്ന് പോലെ കാറ്റൊന്നും വരില്ല. പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചമില്ല. സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും. നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും കാണാൻ. വേറെ ലെവല്. വെളിച്ചത്തിന് കുറച്ച് കുറവുണ്ടാവും. കുറവല്ല, നന്നായിട്ട് കുറവ്. വെളിച്ചമേ ഇല്ല. ഹലോ സിസ്റ്റർ, ഹലോ ഹലോ. അയ്യോ, ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന, പക്ഷെ ക്ലിബിടാൻ മറന്നുപോയി എന്നാ തോന്നുന്നത്. തുണികളൊക്കെ താഴെ കിടക്കുന്നു. പിന്നെ പറയും കുറച്ച് നടക്കട്ടെ കേട്ടാ. കാണണ്ട. അതെ അതെ. ശരി മോളെ, നാളെ കാണാം എന്ന് പ്രതീക്ഷിച്ച ഞാൻ പോകുന്നു. നല്ല ഒരു സുന്ദര സംസാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ആശംസിക്കുന്നു. എന്തുമാ അമ്മയുടെ ഉണ്ട്. ബാ ഉറങ്ങിയില്ലേ? ബാബ ബാ. സോറി, ക്ഷമിക്കണം. താഴെ ഇരുന്നാൽ പോരായിരുന്നു. താഴെ ഇരുന്നത് കൊണ്ട് കാല് തെറിച്ചിട്ടേ, അതുകൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. വണക്കം രാധാകൃഷ്ണൻ ബ്രോ, സാപ്പിട്ടീங்களா? മണികണ്ഠൻ ഹായ്. വണക്കം രാധാകൃഷ്ണൻ ബ്രോ, സാപ്പിട്ടീங்க? என்னங்க ஃபுட்டெல்லாம் சாப்பிட்டீங்களா? காணக்கா போதுமா? நீ சாப்பிட மாட்டோம்? ஸ்லீப்பிங் ஸ்லீப் अभी तुम ऊपर कब परले हस्बैंड ലൈവ് പോയി. സൂപ്പർ. എനിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല അനുക്കുട്ടി. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ആണേട്ടാ. മണിയുണ്ടേട്ടാ, ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. മുകളിൽ പോയപ്പോൾ തരിപ്പ് മാറിയോ? കുറച്ച് കുഴപ്പമില്ല, നടക്കണേ. അത് ചുരുട്ടി വെച്ചിട്ടാണ് ഞാൻ ആ സ്റ്റെപ്പിലിരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ്. അവിടെയാണ് വെളിച്ചമുള്ളൂ, ഇവിടെ വെളിച്ചമില്ല. ഹായ് അന്നമ്മോ, നമസ്കാരം. നമസ്കാരം രാധേട്ടാ. എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നമസ്കാരം പറയുന്നു. നല്ല കാറ്റ് എന്തായാലും. ചന്ദ്രനെ കാണാത്തത് ഉണ്ട്. മറഞ്ഞിരിക്കുകയാണോ? തണുക്കണോ? പുതപ്പിട്ട് മൂടിയിട്ട് നിൽക്കുന്നത്. ചോർ ചോർ കള്ളൻ കുളി കുനിമുത്തൂര് വരെ ഓടിയിട്ട് വരൂ, റെഡിയാകും. കുളി ഞാൻ ശരി വീഡിയോ സൂപ്പറാവും. ഒന്നും കാണുന്നില്ല. അയ്യോ സുരേഷ് ചേട്ടാ, ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചിരുന്നു. സുരേഷ് ചേട്ടനെ കാണാനില്ലല്ലോ പറഞ്ഞിട്ട് മുകളിൽ നിന്നിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അത് ശരിയാ. എവിടെയൊന്നും ഇപ്പൊ ഇരിക്കുക?
കാണുന്നില്ല എന്നാ പറയുന്നത്. എന്താ ചെയ്യാ? എന്തതില് ഇവിടെ വിളിച്ചു നോക്കി. കോയമ്പത്തൂർ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഒരു മിനിറ്റ്. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാ. നല്ല വെളിച്ചം. കുറേ ലൈറ്റുകളുണ്ട്. ഇവിടെ മാത്രം ലൈറ്റില്ല. അവന്റെ വീട്ടിന്റെ വാതിൽ തുറന്നായിരുന്നു. എന്താ വിളിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതെവിടെയാ പോകുന്നത്? ഞാൻ മെസ്സേജ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്കുകയില്ല, ഒന്നും കാണില്ല, പറ്റുന്നില്ല. പിന്നെ ഞാൻ നാടകം കാണിച്ചു, നെറ്റ് കട്ടാകുന്നു. നാടകം കാണിച്ചു, നെറ്റ് കട്ടാകും. അതിന് എനിക്ക് ഒരു ഐ ലവ് യു പറയുമോ? ഐ ലവ് യു. ഇപ്പൊ പ്രേതം പോലെ. അതില് പ്രേതം പോലെ ഉണ്ടല്ലേ. മുടിയൊക്കെ ഇങ്ങനെ പറന്നിട്ടാ. സൂര്യകുമാർ ഹായ്. ചുമ്മാ പറഞ്ഞതല്ല, കാണാഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. അതെ കാണുന്നില്ല അല്ലേ? അത് ശരിയാ, കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. என்ன ஒன்றும் பண்ணல, ஹவுஸ் ஒய்ஃபுங்க. ஹாய் அனிதா. இப்போ ஓகே. ஹாய் மணிமாறன், ஐ லவ் யூ. என்ன പண்றீங்க? ആരാണ് ഒപ്പമുള്ളത്? ഒന്നും കാണുന്നില്ല. അമ്പിളി അമ്മാവനെ കാണാനാണോ ലൈവ് കാണുന്നത്? ഇല്ല കേട്ടാ, അത് കാല് ഭയങ്കര തരിച്ചു കേട്ടോ. കുറച്ചു നേരം ഇരുന്നപ്പോ, സമയം എത്രയായി നോക്കട്ടെ കേട്ടോ. അതെ, ഒരു അരമണിക്കൂർ ഇരുന്നപ്പോ കാല് തരിച്ചു. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ എണീറ്റിട്ട് മുകളിൽ വന്നത്. ശരിയായ ഉടനെ താഴെ എത്തുന്നതായിരിക്കും. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ് സുരക്ഷിത. ഭയങ്കര ഇഷ്ടം. ഇവിടെ ചെയറുണ്ടായിരുന്നു. ചെയറിൻ്റെ അവിടെ വെച്ചിട്ട് നടക്കൂല. ഇവന് എന്താ വട്ടാണോ ആന്നോ ആർക്കാണ് കേട്ടാ. ഗുഡ് നൈറ്റ് അനിത. ബാക്ക്ഗ്രൗണ്ട് മൂൺ വെരി ബ്യൂട്ടിഫുൾ അനിത. ബ്യൂട്ടിഫുൾ. എന്താ മുടിയൊക്കെ ബിനിൽ കുമാർ. ഞാൻ പോകുന്നു. എന്ത് പറ്റി? ഇരിക്കേട്ടാ. ഹൗ ആർ യു? ഗുഡ് നൈറ്റ്. എന്നെ ഓർമ്മയുണ്ടോ? കാസർഗോഡ്. ഓർമ്മയുണ്ടേട്ടാ. കാസർഗോഡ് ഓർമ്മയുണ്ടേട്ടാ. അതാണ് ഞാൻ പറഞ്ഞില്ല, ആനന്ദകൃഷ്ണനേട്ടാ പുതിയ ഫ്രണ്ട്സ് നമ്മള് അതെ. ഞാൻ എന്നിട്ട് ലൈവ് പിന്നെ വന്നില്ലല്ലോ. കോയമ്പത്തൂർ പെരിയസ്വാമി. വിനീത് നാഗരാജ് വെരി ഗുഡ്. നവീൻ ഹായ്. അതാ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ താഴെ വീഴുകൊണ്ടേ ഇരിക്കുന്നു. തിരുമ്മി ഇട്ടതൊക്കെ വേസ്റ്റ് ആകുമല്ലോ ഭഗവാനെ. രാവിലെ എണീക്കുമ്പോഴേക്ക് പറന്നു പോകുന്ന തോന്നുന്നത് വേറെ എവിടേക്കെങ്കിലും. മണിമാരൻ ബ്രോ നമസ്കാരം. ഇതാ 3 അളക്. അതെ എന്താ ക്ലിപ്പ് കൊടുക്കണം. ക്ലിപ്പ്. നമസ്കാരം നാഗരാജ്. ഇനിയിപ്പോൾ താഴെ എടുക്കാൻ പറ്റില്ല. ഇത്ര കാറ്റോ, എന്താ ചെയ്യാ കേട്ടാ. കാറ്റത്തൊക്കെ പറന്ന് പോകുന്നു. ഞാൻ ചിലപ്പോൾ പോയാലും കാസർഗോഡാണ് കേട്ടോ വിജയകുമാറേട്ടാ. ഓക്കെ, ഇങ്ങനെ ലൈവ് ചെയ്യുന്നതിനേക്കാൾ ലൈവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാ പറയണോ? ബാലകൃഷ്ണൻ ഹായ് കേട്ടോ. കാണുന്നില്ല പറഞ്ഞിട്ടാണ് കേട്ടോ. അവിടെ കാല് തെച്ചത് കൊണ്ടാണ് കേട്ടോ. സപ്പിംഗ് ലജറിൻ ബ്രോ. അനു
പോകട്ടെ, നാളെ കാണാം. ഓക്കെ ഏട്ടാ, നാളെ വരണേ, ഉച്ചയ്ക്ക് വരാട്ടോളൂ ഏട്ടാ. ലൈവ് എന്ത് ചെയ്യണം, നമ്മൾ 1 മണിക്കൂർ ലൈവ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കട്ടപ്പൊക്കെയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ പറന്നും പോകുന്നു. നല്ലതായി, ഒരു ഉപകാരമായി. എന്താ വെച്ചാൽ നാളെ രാവിലെ വിളിക്കും, ഡ്രസ്സുകളൊക്കെ പല വീടുകളിലും ചെന്നെത്തിയിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ മറന്നുപോയി. നീ താഴെ ഇറങ്ങി എൻ്റെ കുട്ടി എൻ്റെ പിന്നാലെ വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിപ്പ് വാങ്ങി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പറയൂ പിന്നെ. പേയ് മാതിരി ഉണ്ടെന്നൊന്നും പറയല്ലേ, മുടി എന്നാലിങ്ങനെ പറന്നിട്ടാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകൾക്ക് കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പേ. എൻ്റെ കുട്ടികളുടെ യൂണിഫോമാണേ പറന്നു പോകാൻ. ഭഗവാനെ, പറന്നു പോയതാണെങ്കിൽ അത്ര തന്നെ. എന്താ സൗണ്ട് ഒന്നും കേൾക്കല. കട്ട് സൗണ്ട് മട്ടും കേൾക്കും. നോ ഫേസ്. റീചാർജ് ചെയ്യാം. ആലങ്കാട്ടിലും വെള്ളത്തിലെ പാട്ടലേ സൂപ്പർ സോങ്ങാ. ചുമ്മാ കവിതയല്ലേ അത്? കവിതയല്ലേ ഞാൻ പാടിയത്? പറഞ്ഞത് പാടിയത് കവിതയാണ് കേട്ടോ അത്. പിന്നെ പറയൂ. നാണ് റീചാർജ് പண்றேன். ഓക്കെ വാ. അയ്യോ എന്താ പറയണേ, എത്ര കമാൻഡ് പറഞ്ഞു, ഒന്നും കണ്ടില്ല. എവിടെ? അവിടെ എന്താ കാറ്റത്താണ് നിൽക്കുന്നത്. ഇത്രയും ദൂരത്തിനാണോ ലൈവ് ശരിക്കും കിട്ടാത്തത്? അതല്ല ഏട്ടാ, ഞാൻ താഴെ ഇത്ര നേരം ഇന്ന് സൂപ്പറായിട്ട് ലൈവ് ചെയ്തു. തുണിയിലൊന്ന് ക്ലിപ്പ് ഇട്ടിട്ട് കേട്ടോ. 1 മിനിറ്റ്. സത്യം പറഞ്ഞ വന്നത് നന്നായി. ഇനി ഈ കൊടുങ്കാറ്റിൽ എൻ്റെ തുണികളൊക്കെ പറന്നു പോയേനെ. നാളേക്ക് പിന്നെയും തിരുമണ്ടി വരെ. അയ്യോ, പിന്നെന്താ ഇത്? ഇവിടെ ആള് ഉണ്ട്. അതല്ലേ, ഇവിടെ ആളുണ്ട്. എന്താ പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ. ഹൗ ആർ യു? ഫൈൻ. ആരാണ് നെറ്റ് കട്ടാകുന്നത്? അതാണ് നെറ്റ് കട്ടാകുന്നത്. നെറ്റ് കട്ടാകുന്നില്ല ഏട്ടാ, ഇവിടെ ഞാൻ കറക്റ്റായിട്ട് പോണത്. നെറ്റ് എൻ്റെ ഇവിടെ കട്ടായിട്ടില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും റേഞ്ചിന്റെ കുറവായിരിക്കും എന്ന് ഞാൻ നോക്കും. ഇവിടെ കട്ടാകണില്ല. എന്തോ എവിടെയോ തകരാറുകൾ. ഇപ്പൊ ശരിയായിട്ടോ, കാലിന്റെ കാര്യത്തില് ശരിയായി. ഞാൻ പോണു താഴെ പോയിട്ട്. അപ്പോഴേക്കും ലൈവ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം ഇനി 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ്. ഓക്കെ, ഇപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇനി പോവുക, സുഖമായി കിടന്നുറങ്ങുക. നേരത്തെ എണീക്കണം, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടല്ലേ. ലഞ്ച് ഉണ്ടാക്കണം. ഒപ്പമുള്ളത് ആരാണെന്ന് പറഞ്ഞില്ല. ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇത് 4ാമത്തെ മെസ്സേജാണ്. അയ്യോ സോറി രാധേട്ടാ നമ്മുടെ ഹിന്ദിക്കാരി കുട്ടിയാണ് കേട്ടാ. മമത ഫാമിലി പറഞ്ഞത് കേട്ടിട്ടില്ല രാധേട്ടാ? കൂയ് ബ്ലാക്ക് മാൻ ആണോ? ബ്ലാക്ക് മാൻ അല്ല, ബ്ലാക്ക് മാഡം എന്നൊക്കെ പറയാനോ, എന്താ പറയണ്ടെന്ന് എനിക്കില്ല. ശരി, എന്തോ ഒന്ന് വീട്ടമ്മയാണ്. സോറി, ഇനി അധികം പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ വഷളാക്കുന്നില്ല. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഹാർട്ട്.
ചന്ദ്രനിലാണ്. നല്ല ചോദ്യം. ചന്ദ്രനിൽ ആഗ്രഹമൊക്കെ ഉണ്ട് പോണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മള് ഇപ്പൊ ഞാന് ടെറസിന്റെ മുകളിലാണ്, വീട്ടിന്റെ ടെറസിന്റെ മുകളിലാണ് കേട്ടോ. ചന്ദ്രൻ എനിക്ക് വയ്യാണ്ടായി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് ചിരിച്ചു. സാപ്പിങ്ങളാ സാപ്പിങ് ഞാൻ 9:45 ലൈവിൽ വന്നത്. പിന്നെ എങ്ങനെ കാണാനാണ്? എനിക്ക് 9:30 ശേഷം വരാൻ പറ്റുകയുള്ളൂ അതിലേ. അപ്പൊ ഓക്കെ ഓക്കെ ഏട്ടാ. എന്താണിത്? കടല കഴിക്കുവാന്നോ? കടലയാ? ബ്ലാക്ക് എന്താ പറയുന്നത്? ക്ലബ് ഫിനിഷ്ഡ് സോറി. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓട്ടെ. അനി ബാസ് ഗുഡ് നൈറ്റ്. ഓ റോബിൻ ഏട്ടാ, എന്താണ് പിന്നെ അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നത്? മണികണ്ഠൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ചേട്ടാ എപ്പോഴാണ് എന്റെ ബർത്ത്ഡേ? അയ്യോ, ഞാൻ പോലും അറിയുന്നില്ല എന്റെ ബർത്ത്ഡേ. നീ എത്ര നാളുണ്ട്? ക്ലിയർ ഇല്ല, ഇപ്പൊ ക്ലിയർ ആകും. കാലം ഒന്ന് ശരിയായി വന്നു. മുടിയൊക്കെ പറവറാന്നായി, ഒന്ന് ശരിയാക്കണം കേട്ടോ. മോശല്ലേ പറയും. അയ്യോ വയ്യ. പിന്നെന്താണ് ഇത് താഴെ പോണു. അപ്പൊ ഞാൻ മുകളിൽ എടുത്തിട്ട് വന്നതാ. ഇപ്പൊ ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? ഹലോ സെന്തിൽകുമാർ, ഹായ് അനി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗണ പ്രകാശം എന്താണ്? ഗുഡ് നൈറ്റ്. എന്തായാലും இப்போதான் கொல்லமா ஒன்றும் பண்ணல. இங்க நாகராஜ் ആകെ ഗ്ലാമർ പോയാ പോട്ടെ, സാരിയില്ല, വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് കണ്ടല്ലോ, സന്തോഷം. അതേട്ടാ. ഓക്കെ, ഗ്ലാമർ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഉച്ചക്ക് എല്ലാരും ഭംഗിയുണ്ട് പറഞ്ഞപ്പോ വെറുതെ പറഞ്ഞാണല്ലേ. എന്താ ചെയ്യാ, വയ്യ. சாப்பிட்டீங்க நீங்க சாப்பிட்டீங்களா? ராமச்சந்திரன், ஹலோ சிஸ்டர், ஹாய். சாப்பிட்டாச்சு. ഒന്ന് ചീകിയല്ലേ? അതെ ചീകി ശരിയാവും. അതെ. ക്ലിപ്പ് കേട്ടോ, അത് ചോദിച്ചതാ. കടല ചോദിച്ചത്, അതാ ചോദിച്ചത്. കടല ക്ലിപ്പ് തന്നു ഇരിക്കുന്നത്. ഡെപ്പയ്ക്കകത്ത്. അതെന്നെ, ഡെപ്പയ്ക്കകത്താണ് ഇരിക്കുന്നത്. പളനി വന്നാ സൊല്ലുങ്ങ. കണ്ടിപ്പാങ്ങ ചെക്കുമാർ വെറുതെ തമാശ പറഞ്ഞതാ, ഇഷ്ടം കൊണ്ട്. ഒന്നും കുഴപ്പമില്ല ഏട്ടാ, അബ്ദുലേട്ടാ, ഒരു കുഴപ്പമില്ല. എന്തായാലും ആണ്. എന്താണ് ജെറിനേട്ടൻ പറഞ്ഞത്? അന്നമ്മയുടെ സൗണ്ട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതാണോ എന്ന് അറിയില്ല, ഒരാഴ്ചയായി കേട്ടിട്ട്. അതല്ലേ, എന്താണ് സൗണ്ട് നന്നായിട്ടില്ല? ബോറാണോ ഏട്ടാ? உங்களுக்கு പിടിച്ച കളർ എന്നെ? പിങ്ക്, റെഡ്, വൈറ്റ്. പിന്നെ ഷമീരേട്ടാ, ഹായ്. കുട്ടി, അതെ ഏട്ടാ. ശക്തി, ഹായ്. പോകാൻ സമയമായി. അതെ, ഞാനിപ്പോ നോക്കി 1 മണിക്കൂറായി. അപ്പൊ പോകാൻ സമയമായി. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ലൈവിൽ വരുന്നതായിരിക്കും. അരുണാചലം, എന്താണ് വല്ലാണ്ട് ചിരിക്കുന്നു. അനിത, ഐ തിങ്ക് ദിസ് സൺഡേ കമ്മിങ് ടു കോയമ്പത്തൂർ ഡ്യൂട്ടി. അതല്ലേ? ഓക്കെ. ഇങ്ങനെ സൂപ്പറുങ്ങ. സുന്ദരി പെണ്ണിനെ കണ്ടിട്ട് എത്ര ദിവസമായി ഇന്ന് കാണാൻ പറ്റിയത്? അതല്ലേ റോബിനേട്ടാ? ഓക്കെ, ഇന്ന് സുന്ദരിയാണ്. അതല്ലേ? സുന്ദരിയാണല്ലേ?
ഫേസ് നൈസ്, താങ്ക് യു. 4 days ഡ്യൂട്ടിമാ. ഓ സൂപ്പറുങ്ങ സൂപ്പർ. എപ്പോഴാ നീ എണീക്കുക? വൈകി ഉറങ്ങിയാൽ വൈകിയല്ലേ എണീക്കുക? അതെ അതെ അതെ, ഇപ്പോൾ ഈ ലൈവ് കട്ട് ചെയ്ത് ഉടനെ ഉറങ്ങുന്നതായിരിക്കും. നിങ്ങൾ മുമ്പ് അഴക എടുക്കാന്ന്. ജയരാജൻ ഇവിടെയൊന്നും ഇല്ലെങ്കിൽ പോകലാം. ഗുഡ് നൈറ്റ് ഗായ്. രാധാകൃഷ്ണൻ ഒരാഴ്ചയായി അല്ലേ? ഷാനു ഹായ്. മണികണ്ഠൻ ഓക്കെ. അപ്പം ഞാൻ പോവാണ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എല്ലാവർക്കും. നാളെ ഉച്ചയ്ക്ക് നമുക്ക് 1 മണിക്ക് കാണാം. ഓക്കെ. നാരായണൻ അനിത സാപ്പിട്ടീங்களா? ഓ സാപ്പിട്ടീங்க. എന്നാ ഗുഡ് നൈറ്റ്. കുറേ മെസ്സേജ് തന്നു കണ്ടു. മെസ്സേജ് വായിച്ചാലല്ലേ കൂടുതൽ പറയാൻ പറ്റൂ. അതെയല്ലേ ആനന്ദകൃഷ്ണനായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ, പണം കരുതട്ടുള്ളൂ രാത്രി നേരത്തെ. സൈനു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു മണി. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. നാളെ ഞാൻ ലൈവിൽ ഉണ്ടാവില്ല. സൺഡേ സെൻസൈഡ് വാർപ്പിന് 4 മണിയാവും. കയറാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറുന്നു. ഓക്കെ ഏട്ടാ ഓക്കെ ഏട്ടാ ഓക്കെ ഏട്ടാ. വീട് പണി നടക്കട്ടെ. உங்களுக்கு പിടിച്ച ഫുഡ് എന്നെ മീൽസ് സാപ്പാടുങ്ങ ரொம்ப പിടിക്കും. സുന്ദരി എന്ന് പറഞ്ഞാൽ പിറകിൽ എന്തിനാ നോക്കിയേ? പിറകിൽ നോക്കിയതല്ല, മോളിൽ ആരോ വന്നു എന്ന് പറഞ്ഞപ്പോൾ നോക്കിയതാ. ഇനിമേൽ ലൈവ് போடாதீங்க. இல்லைங்க கண்டிப்பாக போட மாட்டீங்க மணி. കന്നഡ നാഗരാജൻ ഓക്കെ. കറക്റ്റ് 1 മണിക്ക് വന്നിട്ട് 1:30 പോവല്ലേ? എനിക്ക് 1:30 അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 2 മണി വരെ ഇരിക്കാൻ ലൈവിൽ. അതെ അതെ ഇത് കറക്റ്റ് 1 മണിക്ക് വരും, 2 മണിക്ക് പോകുള്ളൂ. 1 മണിക്കൂർ എന്തായാലും. ഓക്കെ റോബിൻ ഏട്ടാ ഗുഡ് നൈറ്റ് സ്വീറ്റ് ട്രെയിൻ. സുന്ദരി എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കി എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, ചില മെസ്സേജുകൾ കണ്ടിട്ടും മനഃപൂർവ്വം വായിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല ചെറുനേട്ടാ. അങ്ങനെ മനഃപൂർവ്വം ഞാൻ വായിക്കാതിരിക്കാൻ ഏട്ടൻ എന്താണ് മെസ്സേജ് ഇഷ്ടമില്ലാതെ ഒന്നും വായിച്ചില്ലല്ലോ. ரொம்ப മിസ് പண்றீங்க അനിതാ ഉங்க ലൈവ് அப்படிங்களா? ஐயோ ஓகேங்க அனிதா. ஹவ் ஆர் யூ? ஃபைன். குட் நைட் சுபராத்திரி. ஓகே. என்ன ட்ரெஸ்ஸு? இந்த ட்ரெஸ்ஸு சூப்பராக இருக்குது. தேங்க்யூ தேங்க்யூ. என்ன சாப்பாடுங்க இல்லை? ஓகே வாசு ஹாய். ஓகே ஓகே ചേച്ചി நான் തൂങ്ങ പോகிறேன். ഗുഡ് നൈറ്റ്. ഓക്കെ പെരിയസ്വാമി ഓക്കെ തൂങ്ങ. ഗുഡ് നൈറ്റ്. അപ്പം സമയമായി. ടാറ്റ ടാറ്റ. പിറകിൽ സുന്ദരി ഒന്നും ഇല്ലല്ലോ? ഇല്ല ഒന്നുമില്ല. ഓക്കെ ടാറ്റ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ് കേട്ടോ. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. அனிதா எங்கள் ஊர் தமிழ்நாடு. அப்படிங்களா? நானும் தமிழ்நாட்டில் தான் இருக்கிறீங்க. தமிழ்நாட்டில் கோயம்புத்தூரில் இருக்கிறீங்க. குட் நைட் ஸ்வீட் ட்ரீம்ஸ். ஓகே டாட்டா. குட் நைட் குட் நைட் குட் நைட் டாட்டா.